മോഷ്ടിക്കാനായി കള്ളൻ കയറി, എന്നാൽ വീടിനുള്ളിൽ കടക്കാനായില്ല. ഉദ്ദിഷ്ട കാര്യം സാധിക്കാതായതോടെ കള്ളൻ പിന്നെ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? പത്തനംതിട്ട മാരാമൺ ചിറയിറമ്പിലെ വീട്ടുപരിസരത്തെത്തിയ ആളെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് കോയിപ്പുറം പോലീസ്. ചിറയിറമ്പ് മുഴിപ്പോൺ പടിഞ്ഞാറേക്കാലായിൽ അലക്സം ജോർജിന്റെ വീട് 6 മാസമായി പൂട്ടിയിട്ടിരിക്കുകയാണ്. വീട്ടുടമ കുടുംബസമേതം കുവൈറ്റിലും. കാര്യങ്ങൾ അറിഞ്ഞു തന്നെയാണ് കള്ളൻ കയറിയത്. ടോർച്ച് തെളിച്ചാണ് വരവ്. മുഖവും തലയും പരിപൂർണമായി മൂടിയിട്ടുണ്ട്. ഷർട്ടും ബെർമുടയുമാണ് വേഷം. ഇടതുകൈയിൽ വാച്ചുമുണ്ട്. സമയം പുലർച്ചെ 3:30. നാട്ടുകാരാകെ നല്ല ഉറക്കത്തിലായ തക്കം നോക്കിയാണ് കക്ഷി മതിൽ ചാടിക്കടന്നത്. CCTV ക്യാമറ കണ്ടു. കൂസലില്ലാതെ മുന്നോട്ട് നീങ്ങി. ജനാലകളിലും വാതിലുകളിലും എല്ലാം മുട്ടി. പക്ഷേ ഒന്നും തുറക്കാനായില്ല. ഒടുവിൽ അടുക്കള വാതിലിനോട് ചേർന്ന ഭാഗത്ത് നടുവൊന്ന് നിവർത്താൻ കിടന്നു. പാവം അറിയാതെ ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോഴോ നേരം പരപരാന്ന് വെളുത്തിരുന്നു. ഉറക്കമുണർന്ന കക്ഷി മുഖംമൂടി നീക്കി നേരെ പൈപ്പിന്റെ ചുവട്ടിലേക്കാണ് വരുന്നത്. കൈകാലുകളും മുഖവും വായയും കഴുകുന്നു. ശേഷം മുടി കോതി ഒതുക്കിയാണ് ഇവിടെ നിന്നും കടന്നു പോകുന്നത്. ക്യാമറയിൽ കൂടെ നമ്മളത് കണ്ടപ്പോൾ വേറെ എങ്ങോട്ടും പുള്ളി മാറിയിട്ടില്ല. കുറേലത്തെ സ്റ്റെപ്പയിലാണ് പുള്ളി പോയി ഇരുന്നിട്ടുള്ളത്. അവിടെ ചെടിച്ചട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഒരു ചെടി പിഴുത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 3:22 ആൾ ഇതിനകത്ത് കയറി 5:50 തിരിച്ചിറങ്ങിപ്പോയി. ഉറങ്ങിയാണ് നമ്മൾ ധരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ ബിജു ജോർജ് ഇവിടെ എത്താറുണ്ട്. കഴിഞ്ഞ ദിവസം വന്നു പോയപ്പോഴും സംശയിക്കത്തക്കതായി ഒന്നും കണ്ടില്ല. എന്നാൽ ഉടമ അലക്സം ജോർജിന്റെ മൊബൈൽ ഫോണിൽ അറിയിപ്പ് കിട്ടി. ദൃശ്യങ്ങളിൽ കള്ളനെ കണ്ട അലക്സ് ബിജുവിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. നമുക്ക് വ്യക്തമായിട്ട് അത് അങ്ങോട്ട് ഊഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പലരെയും ഇത് കാണിച്ചു, നമ്മുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും കാണിച്ചു. ആർക്കും അത്ര വ്യക്തമല്ല. എന്തായാലും ആൾ കയറി ഉറങ്ങിപ്പോയെന്ന് തന്നെയാണ് നമ്മുടെ ധാരണ. പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ക്യാമറയിലോട്ടെങ്ങും ആൾ വന്നിട്ടുമില്ല. 2.5 മണിക്കൂർ നീണ്ട മയക്കം പൂർത്തിയാക്കി മടങ്ങാനൊരുങ്ങവെയാണ് കള്ളൻ വെള്ളമുള്ള പൈപ്പ് കണ്ടത്. അതോടെ സ്വയം മറന്നു. മുഖം മൂടി ഊരിവെച്ച് ഉന്മേഷവാനായി. മുഖപരിചയം തീരെയില്ലെന്നാണ് കണ്ടവരെല്ലാം പറഞ്ഞത്. സമീപത്തെങ്ങും അന്ന് രാത്രി മോഷണമോ മോഷണ ശ്രമങ്ങളോ ഉണ്ടായിട്ടുമില്ല. വീട്ടുടമ നൽകിയ പരാതിയിന്മേൽ ഉറക്കക്കാരനെ തേടി ഇറങ്ങിയിട്ടുണ്ട് പോലീസ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.